ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ ഇപ്പോൾ നേരിട്ട് ബെനിഫിറ്റ്സ് കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫറിനെ ഏത് പാർട്ടിക്കാണ് എതിർക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ BJPക്ക് വിമർശിക്കാൻ പറ്റുമോ? നിങ്ങൾ വോട്ട് വാങ്ങുന്നത് മര്യാദയല്ല എന്ന് മനസ്സിൽ വിചാരിക്കാനല്ലേ പറ്റൂ. ഇപ്പോൾ നേരത്തെ തന്നെ ശങ്കു പറഞ്ഞ PM കിസാൻ സമ്മാൻ നിധി 2019 തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വേവ് ഉണ്ടാക്കാനുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാരുകളൊക്കെ കൂടുതലും BJPയുടെ സർക്കാരുകളാണ്. ശിവരാജ് സിംഗ് ചൗഹാന്റെ മധ്യപ്രദേശ് സർക്കാരും അതുപോലെ തന്നെ നിങ്ങളുടെ സഖ്യ സർക്കാർ മഹാരാഷ്ട്രയിലെ സർക്കാരും ഒക്കെ ചെയ്ത അതേ കാര്യമാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി 2019 ചെയ്ത കാര്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത്. നമുക്ക് കിസാൻ സമ്മാൻ നിധി 2019 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ല, 2017 ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷേ ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 2019 ബജറ്റിലല്ലേ അത് 6000 രൂപയുടെ ട്രാൻസ്ഫർ എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയത്. 2019 ബജറ്റിലാണ്. 2019 ആ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. 2019 മാർച്ചിലോ മറ്റോ ആണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഇലക്ഷന്റെ തൊട്ട് മുമ്പത്തെ മാസമാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 2000 രൂപ കിട്ടുന്നത് ആളുകളുടെ അക്കൗണ്ടിൽ. നോക്കൂ, ആളുകൾക്ക് അക്കൗണ്ടിൽ പണം കിട്ടുന്നതിന് ഒരു നിലയ്ക്ക് ഞങ്ങൾ വിമർശിക്കുന്നില്ല. ആളുകൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ. ഈ പറയുന്ന ഇത്തരത്തിലുള്ള ദുർഭരണങ്ങൾക്കിടയിൽ അവസാനം തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അവരുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും കിട്ടട്ടെ എന്നാണ് ഇത്തരത്തിലുള്ള സർക്കാരുകൾ ഭരിക്കുന്ന നാട്ടിലെ ജനങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് BJP സർക്കാരിൻ്റെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. എക്സസ് ഫണ്ടായിട്ട്, അതായത് ലാപ്സസ് ആയിട്ട്, ലീക്കേജ് ആയിട്ട് പോകുന്ന 2 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ പോലും ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്നൊരു പദ്ധതി നടപ്പാക്കിയതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് BJP സർക്കാർ ഇന്ത്യക്ക് ചെയ്തിട്ടുള്ള വലിയൊരു സംഭാവന തന്നെയാണ്. അതിനൊന്നും എതിർക്കുന്നില്ല. ഇവിടുത്തെ യഥാർത്ഥത്തിൽ എതിർക്കപ്പെടുന്നത് ഇതിൻ്റെ ഇൻറ്റൻഷനാണ്. ആളുകൾക്ക് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ 2021 ഫെബ്രുവരി മാസത്തിലാണ് 1100 നിന്ന് 1600 ആക്കി വർദ്ധിപ്പിക്കുന്നത്. ആ ഓരോ വർഷത്തിൽ 100 രൂപ എന്നുള്ള രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടാണ് 1600 എത്തിക്കുന്നത്. 1600 എത്തിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് 2500 ആക്കുമെന്നാണ്. എന്നാൽ പിന്നീട് 4.5 വർഷത്തോളം കാലവും ആ കാര്യത്തിൽ യാതൊരു നടപ്പും ഉണ്ടായിട്ടില്ല. അവസാനം തെരഞ്ഞെടുപ്പ് എത്തിയ സമയത്ത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എത്തിയ സമയത്ത് പെട്ടെന്ന് 2000 രൂപയാക്കിക്കൊണ്ട് ഇത് എന്താണ് ഞങ്ങൾ ചെയ്യുന്ന വലിയൊരു സേവനമാണെന്ന് പറയുമ്പോൾ ഇവരെന്നെ മുന്നേ പറഞ്ഞിരുന്നത് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം എന്തുകൊണ്ട് ഇത്രയും കാലം തടയപ്പെട്ടു, എന്തുകൊണ്ട് അവർക്ക് ഇത്രയും കാലം അത് അനുഭവിക്കാനുള്ള അവസരം ഇല്ലാതാക്കി എന്നതിനാണ് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഇതിനോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സംഗതിയെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ടെന്ന് കരുതുകയാണ്. ഈ താങ്ങുവില ഇതിനോടൊപ്പം ഇപ്പോൾ നെല്ലിൻ്റെ താങ്ങുവില 30 രൂപയാക്കിയിട്ടുണ്ട്, റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം നോക്കൂ, 30 രൂപയാണ് ഇപ്പോൾ നെല്ലിൻ്റെ താങ്ങുവില കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 30 രൂപ എന്നുള്ള താങ്ങുവില 2021 തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക്, കർഷകർക്ക് കിട്ടുമായിരുന്നു. അത് ഇല്ലാതാക്കിയത് ആരാണ്? നോക്കൂ, 2021 28 രൂപ 20 പൈസ നെല്ലിന് താങ്ങുവില ഉണ്ടായിരുന്ന സമയത്ത് അതിൽ 19 രൂപ 40 പൈസ കേന്ദ്രത്തിൻ്റെ വിഹിതമാണ്, 8 രൂപ 80 പൈസയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം. ഇത് അടുത്ത വർഷം 2022 കേന്ദ്ര സർക്കാർ വിഹിതം 1 രൂപ കൂട്ടി 20 രൂപ 40 പൈസയാക്കി. അപ്പോൾ തന്നെ കേരളത്തിലെ കർഷകർക്ക് 29 രൂപ 20 പൈസ കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? കാരണം കേന്ദ്രം 1 രൂപ കൂട്ടിയപ്പോൾ സംസ്ഥാനം അവരുടെ വിഹിതത്തിൽ നിന്ന് 1 രൂപ കുറച്ചു. 8 രൂപ 80 പൈസ കൊടുത്തിരുന്നത് കുറച്ചിട്ട് 7 രൂപ 80 പൈസയാക്കി. തൊട്ടടുത്ത വർഷം കേന്ദ്രം വീണ്ടും വിഹിതം കൂട്ടി 1 രൂപ 43 പൈസ കൂട്ടി 21 രൂപ 83 പൈസയാക്കി. അപ്പോഴും കേരളത്തിലെ കർഷകർക്ക് 30 രൂപ കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. കാരണം എന്തുകൊണ്ടാണ്? 7 രൂപ 80 പൈസയിൽ നിന്ന് പിന്നെ ഈ കേന്ദ്രം കൂട്ടിയിട്ടുള്ള 1 രൂപ 43 പൈസ സംസ്ഥാനം വീണ്ടും കുറച്ചു. 6 രൂപ 37 പൈസയാക്കി അവരുടെ കോൺട്രിബ്യൂഷൻ. അതിനുശേഷം 2024 കേന്ദ്രം വീണ്ടും വിഹിതം കൂട്ടിയിട്ട് 23 രൂപയാക്കി. അപ്പോഴും കേരളത്തിലെ കർഷകർക്ക് എന്ത് ചെയ്യായിരുന്നു? 30 രൂപ കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. കാരണം എന്താ? അപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് സംസ്ഥാനം അവരുടെ വിഹിതം വീണ്ടും കുറച്ചു, 5 രൂപ 21 പൈസയാക്കി. ഇപ്പോൾ കേന്ദ്രം വീണ്ടും വിഹിതം വർദ്ധിപ്പിച്ച് 23 രൂപ 69 പൈസയാക്കിയപ്പോഴാണ് അതിൻ്റെ അനുഭവം ജനങ്ങൾക്ക് കൊടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ ദയാപൂർവ്വം തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇവരൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നെല്ലിൻ്റെ താങ്ങുവിലയായിട്ട് 30 രൂപയും 31 രൂപയും 32 രൂപയും ഈ വർഷങ്ങളിൽ കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്രം വിഹിതം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് തങ്ങളുടെ വിഹിതം കുറച്ചുകൊണ്ട് പോവുകയും നെൽകർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ തെരഞ്ഞെടുപ്പായ സമയത്ത് ഞങ്ങൾ നെല്ലിൻ്റെ താങ്ങുവില 30 രൂപയാക്കിയെന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ കർഷകർ
കർഷകർ എന്താ വിഡ്ഢികളാണെന്നാണ് അവർ വിചാരിക്കുന്നത്? ഇവർ ഇത്രയും കാലം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നില്ല എന്നാണോ വിചാരിക്കുന്നത്? അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവസാനം ഒഴിവാവലാണ് ഇവരുടെ നിവൃത്തി. ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ്. പക്ഷേ 7 മാസം പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ കഴുത്ത് പിടിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് അങ്ങനെയെങ്കിലും ഇവർ സമ്മതിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ? ഇവരിപ്പോ 13,000 കോടി പെൻഷനിൽ ക്ഷേമ പെൻഷനുകളിൽ കേന്ദ്ര സർക്കാരിന്റെ കോമ്പണന്റ് വളരെ വളരെ കുറവാണ് കേട്ടോ. ഈ പാഡി പ്രൊക്യൂർമെന്റിന്റെ കാര്യത്തിൽ ശരിയാണ്, പക്ഷേ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വളരെ ചെറിയ കോമ്പണന്റേ ഉള്ളൂ കേന്ദ്രത്തിന്റേത്. അല്ല, എത്രയാണെന്ന് എനിക്കറിയാം. 58 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ പെൻഷൻ കിട്ടുമ്പോൾ അതിൽ 5.5 ലക്ഷം ആളുകൾക്കാണ് കേന്ദ്രത്തിൽ നിന്ന് 300 രൂപ വീതമാണ് കിട്ടുന്നത്. ശരിയാണ്, അത് ഉണ്ടല്ലോ. ബാക്കി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റൽ പ്രോഗ്രാമുകളിലും കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻസ് ഇല്ലേ? ഇപ്പൊ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി കേരളത്തിൽ എന്താണ് അതിദാരിദ്ര്യത്തെ വർദ്ധിച്ചിട്ടുള്ള സംസ്ഥാനമാക്കി കേരളം മാറിയെന്ന് പറഞ്ഞു. ഇത് കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രതിഭാസമാണോ? നോക്കൂ, നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 2012-നും 2022-നും ഇടയിൽ 24.5 കോടി ആളുകൾ ഇന്ത്യയിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിതരായിട്ടുണ്ട്. ആളുകളെ പോവർട്ടിയിൽ നിന്ന് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര? ജനസംഖ്യയുടെ 4-ൽ 1 ഭാഗം ആൾക്കാരെ, 24.5 കോടി ആൾക്കാരെ. വേൾഡ് ബാങ്കിന്റെ കണക്ക് പ്രകാരം 2005-2006 കാലഘട്ടത്തിൽ 55% ഇന്ത്യയിലെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി 2019-2020 ആയപ്പോൾ കേവലം 16% കുറഞ്ഞിട്ടുണ്ട്. IMFന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ 2012-13 കാലഘട്ടത്തിൽ എക്സ്ട്രീം പോവർട്ടി 27% ആയിരുന്നത് 2022-2023 ആയപ്പോൾ കേവലം 5% കുറഞ്ഞിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ഇന്ത്യയിൽ 24 കോടി ആളുകൾ ഈ പറയുന്ന അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിതരായിട്ടുണ്ട്. എക്സ്ട്രീം പോവർട്ടിയെ 27%-ൽ നിന്ന് 5%-ലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. ഇന്ത്യയിൽ ഇതേപോലെ തന്നെ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിതരായിട്ടുള്ള മറ്റും സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷനെ പൂർണ്ണമായിട്ട് തമസ്കരിക്കുകയും ഇത് ഞങ്ങളുടെ നേട്ടാന്ന് പറയുകയും അതിലൊരു പ്രശ്നം വരുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ കേന്ദ്രത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 13,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവർ 1,500 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് നയം വരെ മാറ്റിയിട്ട് പോയിട്ട് PMC ഒപ്പിടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് അതിലെ ചക്കളത്തിപ്പോലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ CPIനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പ് തിരിച്ചെടുക്കാമെന്നോ PMCയിലെ ഉടമ്പടി മരവിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പിട്ടിട്ടതിന് ശേഷം എങ്ങനെയാണ് MOU ഒപ്പിട്ടതിന് ശേഷം മരവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അത്രയുമാണ് ഇവരുടെ സാമ്പത്തിക കാര്യത്തിലുള്ള പരാധീനത. പൈസയ്ക്ക് അത്രയും അത്യാവശ്യമാണ്. 1,500 കോടി രൂപയ്ക്ക് വേണ്ടി LDFന്റെ CPMന്റെ നയത്തെ തന്നെ മാറ്റാൻ ഇവർ തയ്യാറാണ്. പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയാണ് 13,000 കോടി രൂപയുടെ 13,000 കോടി രൂപയുടെ ബാധ്യത എടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഡിസംബർ മാസത്തിൽ ഇത് കൊടുക്കും. ഈ പറയുന്ന ഇലക്ഷൻ വരുന്ന സമയത്ത് നവംബർ മാസത്തിൽ ഇത് കൊടുക്കും. ഡിസംബർ ആകുമ്പോൾ ഈ പദ്ധതി അവസാനിപ്പിക്കും. അതിനുശേഷം പിന്നീട് മാർച്ച് മാസത്തിൽ ഏപ്രിൽ ആവുന്ന ഈ 3 മാസം കേന്ദ്ര സർക്കാരിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഇത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ 2,500 രൂപയാക്കും. എന്നിട്ട് ഒരു വർഷം ഇലക്ഷൻ ഇതുകൊണ്ട് അതിജീവിക്കാൻ സാധിക്കുമോ നോക്കും. ഇവർക്ക് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന സർക്കാരിന്റെ തലയിൽ ഇരിക്കും ഈ പറയുന്ന കാര്യം. ഇതാണ് ഇവിടുത്തെ പദ്ധതി. ശരി. അല്ല, ഇപ്പൊ എന്തായാലും ഇത് നടപ്പാകുമ്പോൾ മാത്രമേ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനെ കുറിച്ച് പറയുകയും ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയ്ക്ക് വന്ന മാറ്റം പറയുകയൊക്കെ ചെയ്തപ്പോൾ ആ ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം കേരളത്തിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 4ഉം 5ഉം തമ്മിൽ താരതമ്യം ചെയ്താൽ NFHS 4ന്റെ സമയത്തുണ്ടായിരുന്ന 0.70% നിന്ന് 0.55% ആയി കേരളത്തിലെ ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് ഇതേ നീതി ആയോഗും ഇതേ MPIയും തന്നെയാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ചർച്ച ഇത്തരം വിഷയങ്ങൾ ഡാറ്റ വെച്ച് സംസാരിക്കുമ്പോൾ അതുകൂടി ആഡ് ചെയ്യാം എന്ന് തോന്നുന്നു. ഇവിടെ ഒരു മിനിറ്റ് എന്നാ ഞാൻ പറയട്ടെ. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 2025 കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചിട്ട രാജ്യം ഇന്ത്യയാണ്. 2005-2006 കാലഘട്ടത്തിൽ 55% ആളുകൾ അതിദാരിദ്ര്യത്തിലായിരുന്ന രാജ്യത്ത് നിന്ന് 2022-2023 ആയപ്പോഴേക്കും കേവലം 16%-ലേക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. 24 കോടി ആൾക്കാർ ഇന്ത്യ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ നേട്ടമല്ല. അത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മാത്രം നേട്ടം? അങ്ങനെയല്ല പറഞ്ഞത്. ഈ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലെ ഏറ്റവും നല്ല അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് കേരളമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മറ്റ് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ ഫലവത്തായില്ല എന്നുള്ളതല്ല. ശ്രീ കെ